അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെയും പരീക്ഷയെ നേരിടാൻ വേണ്ടി പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ മദ്രസയിലാണെങ്കിൽ പൊതുപരീക്ഷ അടക്കമുള്ള മറ്റ് പരീക്ഷകളും, സ്കൂളുകളിൽ SSLCയും +1 +2 അടക്കമുള്ള മറ്റുള്ള പരീക്ഷകളൊക്കെ നേരിടാൻ കൂടി പോകുന്ന, അതിനു വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പരീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെയധികം ടെൻഷനാണ്, പേടിയാണ്. പഠിച്ച കുട്ടികൾക്ക് എനിക്ക് പഠിച്ചത് അവിടെ നിന്ന് എഴുതാൻ കഴിയുമോ, പഠിച്ചത് എനിക്ക് ഓർമ്മ വരുമോ, എനിക്ക് മറന്നു പോകുമോ, ആ നിലക്കുള്ള പേടി. പഠിക്കാത്ത കുട്ടികൾക്ക് അങ്ങനെയുള്ള പേടിയില്ല. അവർക്ക് പിന്നെ ഏതായാലും എനിക്ക് അറിയുന്നത് എന്തെങ്കിലും എനിക്ക് എഴുതിയിട്ട് പാസ്സാവാൻ പറ്റുമോ എന്നുള്ളൊരു പേടി. മൊത്തത്തിൽ എല്ലാവർക്കും ഒരുപോലെ പേടിയുണ്ടാകുന്ന ഒരു സന്ദർഭമാണ് പരീക്ഷാ ഹാൾ എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പരീക്ഷ എന്ന് പറയുമ്പോൾ കൂടുതൽ പേടിക്കാതെ, ഭയപ്പെടാതെ, വളരെ നല്ല ആത്മവിശ്വാസത്തോടെ എനിക്ക് ഏതായാലും പരീക്ഷ എഴുതാൻ കഴിയും, ഞാൻ വിജയിക്കും, പഠിക്കണം, പഠിക്കാതെ ഇങ്ങനെ കരുതണമെന്നല്ല, നന്നായി പഠിക്കുക, ആവർത്തിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. അതേസമയത്ത് രക്ഷിതാക്കൾ അവർ നിർബന്ധിപ്പിച്ച് കുട്ടികളിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ പേരിൽ അടിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പഠിപ്പിച്ചിട്ടും കാര്യമില്ല. കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ വേണം, ഞാൻ പരീക്ഷയെ നേരിടാൻ വേണ്ടി പോവുകയാണ്, എനിക്ക് പഠിക്കണം, ഞാൻ ഉന്നതമായ വിജയം കരസ്ഥമാക്കണം എന്നുള്ള ആ ഒരു നിയ്യത്ത്, ആ നല്ലൊരു താല്പര്യം വിദ്യാർത്ഥികൾക്ക് ആദ്യം ഉണ്ടാവണം. അങ്ങനെ നിരന്തരം പഠിച്ച് അങ്ങനെ പഠിച്ചുകൊണ്ടായിരിക്കണം പരീക്ഷാ ഹാളിലേക്ക് കുട്ടികൾ നീങ്ങേണ്ടത്. അങ്ങനെ പരീക്ഷാ ഹാളിലേക്ക് നീങ്ങിയാൽ അവിടെ നിന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും കരുതാതെ, ടെൻഷൻ അടിക്കാതെ, എനിക്കേതായാലും എഴുതാൻ കഴിയും എന്നുള്ള ആ പരിപൂർണ വിശ്വാസത്തോടു കൂടി പരീക്ഷയെ നേരിടുക. പരീക്ഷാ ഹാളിലെത്തിയാൽ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ നിസ്കാരങ്ങളൊക്കെയും കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം ഖളാക്കിക്കൊണ്ട് ഏത് പരീക്ഷയെ നേരിട്ടാലും ബറക്കത്തുണ്ടാവൂല. എല്ലാ നിസ്കാരവും എപ്പോഴും നിസ്കരിക്കണം. അതോടൊപ്പം പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ അന്നത്തെ രാവിലെ സുബഹി നിസ്കരിച്ച്, പറ്റുമെങ്കിൽ ഒരല്പം നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്താൽ, സുബഹി നിസ്കാരത്തിന് ശേഷം ഒന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ എനിക്ക് ഈ പരീക്ഷയിൽ നല്ല വിജയം നൽകണം. അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എന്താണ് നാം ആഗ്രഹിക്കുന്നത് അതൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിനുശേഷം മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെ പേരിൽ, മഹാന്മാരുടെ പേരിൽ ഒരു യാസീൻ ഓതി. കാരണം സുബഹി നിസ്കാരത്തിന് ശേഷം യാസീൻ ഓതിയാൽ അന്നത്തെ ദിവസം അവനിക്ക് സന്തോഷമുണ്ടാകുമെന്നുള്ളത് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ രാവിലെ തന്നെ സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് അതിനുശേഷം ഒന്നും കൂടി കിട്ടുന്ന ആ ചെറിയ സമയത്തിൽ ഇന്ന് ഏത് പരീക്ഷയാണോ എനിക്ക് എഴുതാൻ പോകുന്നത് ആ കിതാബ് അല്ലെങ്കിൽ ആ പുസ്തകം ഒന്നും കൂടി വായിച്ച് പഠിച്ച് പരീക്ഷാ ഹാളിലേക്ക് കയറുക. പോകുന്ന സമയത്ത് വീട്ടിലുള്ള ഉമ്മാനെ കണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറയുക. ഉമ്മാന്റെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. അതുപോലെ ഉപ്പായോട് പറയുക, ദ്വാരക്കാൻ വേണ്ടി പറയുക. അങ്ങനെ അവരുടെയൊക്കെ പൊരുത്തത്തോടു കൂടി വീട്ടിൽ നിന്നിറങ്ങി പരീക്ഷാ ഹാളിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം ഇതങ്ങ് പറയുക. പിന്നെ അറിയുന്ന സ്വലാത്ത് ഏതാണോ ആ സ്വലാത്തൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിശ്ചയിക്കപ്പെട്ട, നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലത്ത് പോയി ഇരിക്കുക. അപ്പോൾ കയറുമ്പോൾ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലത്തെ കാൽ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം ഇങ്ങനൊരു 11 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നാം അവിടെ ഇരുന്നാൽ ഇൻഷാ അല്ലാഹ് പിന്നീട് ആ പരീക്ഷാ ഹാളിലേക്ക് ഇരുന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പറയുക, യാ മുബ്ദിയു യാ മുഈദു ദക്കിർനി മാനസീതു, യാ മുബ്ദിയു യാ മുഈദു ദക്കിർനി മാനസീതു 19 പ്രാവശ്യം ഇതിങ്ങ് പറയുക. യാ മുബ്ദിയു
യാ മുഈദു ദക്കിർനി മാ നസീതു എന്ന് 19 പ്രാവശ്യം പറയുക. അതൊക്കെ കഴിയുമ്പോഴായിരിക്കാം പരീക്ഷയുടെ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ നല്ല നിലക്ക് അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ആ പേപ്പർ വാങ്ങുന്നു. വാങ്ങിയതിന് ശേഷം പിന്നീട് പറയേണ്ട ദിക്ർ യാ അല്ലാമുൽ ഗുയൂബ് ഫലാ യഫൂതുഹു ശൈഉൻ മിൻ ഇൽമിഹി യാ അല്ലാം. യാ അല്ലാമുൽ ഗുയൂബ് ഫലാ യഫൂതുഹു ശൈഉൻ മിൻ ഇൽമിഹി യാ അല്ലാം. ഇങ്ങനെ 21 പ്രാവശ്യം പറയണം. ആ പറഞ്ഞതിന് ശേഷം പേപ്പറിലേക്ക് നോക്കി ഇൻഷാ അല്ലാഹ് പരീക്ഷ ആരംഭിക്കുക. തീർച്ചയായും നമുക്ക് നല്ല വിജയമുണ്ടാകും. അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതുന്നതിനേക്കാൾ മുമ്പ് ഇപ്പോൾ തന്നെ തുടങ്ങുക. എല്ലാ നിസ്കാര ശേഷവും അലം നശ്റഹ് സൂറത്ത് 3 പ്രാവശ്യം പതിവാക്കുക. അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത് 3 പ്രാവശ്യം എല്ലാ നിസ്കാരശേഷവും പതിവാക്കുക. അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിനേക്കാൾ മുമ്പ് ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ വസ്സാബിഖൂന സാബിഖൂന ഉലൈകൽ മുഖറബൂൻ എന്ന് 11 പ്രാവശ്യം പതിവാക്കുക. ഇത് രാത്രി കിടക്കുമ്പോൾ നാം പഠിച്ച് അവസാനം കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് വസ്സാബിഖൂന സാബിഖൂന ഉലൈകൽ മുഖറബൂൻ എന്ന ആയത്ത് 11 പ്രാവശ്യം പതിവാക്കി കിടക്കുക. പരീക്ഷാ ഹാളിലേക്ക് കയറിയതിന് ശേഷം നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുറ പോലെ ചെയ്യുക. പേടിക്കേണ്ടതില്ല. മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് സർവ്വ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ മുഅ്മിനീങ്ങൾ എല്ലാ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് പ്രത്യേകിച്ചും ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വലിയ ബർക്കത്ത് കൊണ്ട് നമുക്ക് നല്ല വിജയമുണ്ടാകും. നല്ല വിശ്വാസം ഉണ്ടാവണം. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുറ പോലെ ചെയ്യുക. ഇനി പരീക്ഷാ പേപ്പർ കിട്ടി നമുക്കൊക്കെ നല്ല ഓർമ്മ വരും. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ ദിക്റൊക്കെ പതിവാക്കുമ്പോൾ നല്ല പഠിച്ചതൊക്കെ ഓർമ്മ വരും. ഓർമ്മ വന്നില്ല പിന്നെയും കുറെ എഴുതിയതിന് ശേഷം ചില ക്വസ്റ്റ്യൻ ഇപ്പോഴും ബാക്കിയാണ്, അതിന് ഒരു നിലക്കും കിട്ടുന്നില്ലെങ്കിൽ രണ്ടാമത് ആവർത്തിക്കുക. യാ മുബദിയോ യാ മുഈദു ദക്കിർനി മാ നസീതു, യാ മുബദിയോ യാ മുഈദു ദക്കിർനി മാ നസീതു. ഇതിങ്ങനെ ആവർത്തിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഓട്ടോമാറ്റിക്കായി നമുക്കതിൻ്റെ ഓർമ്മ വരും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു നല്ല വിജയം നൽകുമാറാവട്ടെ. പഠിച്ച കുട്ടികളൊക്കെ നല്ല വിജയിക്കണം. പഠിക്കാതെ പിന്നെ ദിക്ർ ചെയ്തൊന്നും കാര്യമില്ല. ആദ്യം പഠിക്കണം. പഠിച്ച കുട്ടികൾക്കൊക്കെ അള്ളാഹു തആല നല്ല വിജയം നൽകുമാറാവട്ടെ. അതോടൊപ്പം പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് മനസ്സുകൊണ്ട് നല്ലൊരു നേർച്ച. എന്താണ്? ഈ പരീക്ഷ കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് മുമ്പ് കുറേ ദിക്റും കാര്യങ്ങളൊക്കെ ചൊല്ലി നാം ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ടതില്ല. പരീക്ഷ കഴിഞ്ഞാൽ, എൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒരു 111 സ്വലാത്ത്, ചുരുങ്ങിയത് അത്രയെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കുക. പരീക്ഷ കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയതിനു ശേഷം ആ സ്വലാത്ത് ചൊല്ലി തീർക്കുക. ആ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നല്ല വിജയം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.